ഹായ്, ഞങ്ങളിന്ന് വീണ്ടും പൂതമ്പാറയുള്ള നമ്മുടെ രാജേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. രാജേട്ടൻ ഇന്ന് നമുക്ക് വേണ്ടി പച്ചക്കായ ഇട്ട ബോട്ടി റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ രാജേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാമല്ലേ? രാജേട്ടാ, അപ്പം ഇന്ന് എന്താ ബോട്ടി? നമ്മൾ ബോട്ടി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ബോട്ടി റോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പച്ചക്കായ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്യാരറ്റ്, ഒരു തക്കാളി. സാധാരണ വ്യത്യാസമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കഴുകി വെള്ളം വലിയാൻ വെച്ച ബോട്ടിയാണ്. 1 കിലോ ബോട്ടിയാണ് ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ അടുത്ത് നമ്മൾ ഒരു 3 പച്ചക്കായ, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, പിന്നെ വറ്റൽമുളക് പൊടിച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇത്രയായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പച്ചക്കുരുമുളക് ചതച്ച് ചേർക്കണം. പച്ചക്കുരുമുളക് ചതച്ചത്, പിന്നെ കറുവയുടെ ഇല, കരിയേപ്പില. ഇത്രയായിട്ടാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രം പച്ചക്കുരുമുളക്. അപ്പം നമ്മളിതൊന്ന് മസാല അടിച്ച് വെക്കല്ലേ? ആയിക്കോട്ടെ, നമുക്ക് വെക്കാം. ആദ്യം ഉപ്പുപൊടി ഇടുകയാണ് നമ്മൾ. ഒരു സ്പൂൺ ഉപ്പുപൊടി. അത് കഴിഞ്ഞ് ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി. 1 കിലോ ബോട്ടിയാണുള്ളത്, ഒരു 1.5 സ്പൂണ്. പിന്നെ ഗരം മസാല നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചത് തന്നെയാണ്. ഒരു 3 കയ്യിലിടാം. 3 സ്പൂൺ ഗരം മസാല. പിന്നെ കുരുമുളക് പൊടി, ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി. ബോട്ടിയൊക്കെ ആകുമ്പോൾ ലേശം നല്ലോണം കുരുമുളക് നല്ലോണം ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കൂടുതലായിട്ട് എരിവ് നല്ലോണം ഇരുന്നോട്ടെ. പിന്നെ കുറേ വറ്റൽമുളക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാണ്. കുറച്ച് ഇഞ്ചി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, ചതച്ച് വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കരിയേപ്പില നമ്മൾ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ കുറച്ച് കറുവയുടെ ഇല, 2 കറുവയുടെ ഇല. ഇതിന് നമുക്കിതൊന്ന് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം മസാജ് ചെയ്യാം. മസാല നല്ലോണം പിടിക്കാൻ വേണ്ടി. ഒരു 10 മിനിറ്റ് നേരം ഇത് മസാല പിടിക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഇനിയിപ്പോൾ അടുത്ത് എന്താണ്? നമ്മളിത് അടുപ്പിൽ തീ പിടിപ്പിച്ച് നമുക്ക് വേവിക്കാൻ വെക്കണം. നമ്മൾ തീ പിടിപ്പിക്കണം. തീ ഒന്ന് നന്നായിട്ട് പിടിച്ചോട്ടെ. ഇത് അടുപ്പ് വെക്കുമ്പം നമ്മളൊരു ചെറുനാരങ്ങ നീര് നല്ല പിഴിഞ്ഞു കൊടുക്കും. ഇത് പെട്ടെന്ന് വേകുന്നതിനും നല്ല മാർദ്ദവം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളൊരു തക്കാളി ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിടും. ഒരു തക്കാളി കട്ട് ചെയ്തിടും. തക്കാളി ഇട്ടാൽ പെട്ടെന്ന് വേവുമെന്നാണ് പറയുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ആവശ്യമായ വെള്ളം കൂടെ നമ്മൾ ചേർക്കാം.
ബോട്ടിയാകുമ്പോൾ നല്ലോണം വേവുണ്ടാവും. അതിൽ ഏകദേശം ഇത് നിരക്കെ വെള്ളം വെക്കണം. ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കണം. ഇതിന് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇത് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളിത് വേവാനായിട്ട് അടുത്ത് വെക്കുക. അത് നമ്മൾ അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ രാജേട്ടാ നമ്മുടെ കുക്കറിൽ വേവിക്കുവാണെങ്കിൽ എത്ര വിസിൽ വേണ്ട വരും? വേവിക്കുകയാണെങ്കിൽ ഇതൊരു 5 വിസിലെങ്കിലും അടിക്കണം. 5 വിസിൽ. അതിന് നമ്മൾ വിറക് കത്തിച്ച് വേവിക്കുന്നതിൻ്റെ നാച്ചുറൽനെസ് കിട്ടുകയില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു എയർ പ്രസ് ചെയ്തിട്ടല്ലേ അത് കൂടുതൽ വേകുന്നത്. നമ്മുടെ ഇടയ്ക്ക് തീയിൽ വെന്താലാണ് ടേസ്റ്റ് അല്ലേ? കൂടുതൽ ടേസ്റ്റ് നല്ലോണം വേകുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ പച്ചക്കായ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. വേകുമ്പോൾ തോല് വേണ്ട, അതിൻ്റെ ഈ എഡ്ജ് മാത്രം കളഞ്ഞാൽ മതി. ഇത് നമ്മളിങ്ങനെ ഒരു 6 ആക്കി ഇങ്ങനെ കീറി കൊടുക്കുക. 4 ആക്കി കീറിയിട്ട് ചെറുതായിട്ട് അരിയാം. നമ്മൾ ഈ ബോട്ടി അരിയുന്ന ബോട്ടിയുടെ വലിപ്പം കണക്കാക്കി അരിഞ്ഞാൽ മതി. പെട്ടെന്ന് വേകുമല്ലോ. വാഴയ്ക്ക പെട്ടെന്ന് വേകും. നല്ല മൂത്ത പച്ചക്കായാണ്, കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇതിന്. അതാണ് നമ്മൾ ഈ പച്ചക്കായ ചേർക്കുന്നത്. ഈ തെക്കൻ ജില്ലകളിലേക്കൊക്കെ കൂടുതലായിട്ട് കല്യാണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. വൈകിട്ട് ചോറിന് കറിയായിട്ട് ബോട്ടിയും പച്ചക്കായും തലേ ദിവസത്തെ കല്യാണ പരിപാടിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മതി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കറ പോകാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിടുക. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചക്കായും കൂടെ അതിലേക്ക് ചേർക്കണം. ഒന്ന് കഴുകി വാരി നമ്മൾ അതിലേക്ക് ഇടാം. 1 കിലോ ബോട്ടിക്ക് നമ്മൾ 1, 2 അല്ലെങ്കിൽ 3, കൂടിപ്പോയൊരു 3 പച്ചക്കായ ചേർത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ബോട്ടി വേകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ഒരു കാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് ചിരണ്ടി നല്ല വൃത്തിയാക്കി എടുക്കും. ഒരു കാരറ്റ് നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. അത് നല്ല പച്ചക്കറിയിലെ ഏറ്റവും നല്ല ഔഷധമുള്ളൊരു ഇതാണ് കാരറ്റ്. ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞ് ഇവിടെ നമ്മൾ ചേർക്കണം. ഇതിടാനായോ? ഇതുകൂടെ ഇട്ട് ഇളക്കാം. കാരറ്റും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതൊന്ന് നല്ല നമ്മുടെ ബോട്ടി റോസ്റ്റ് ഏകദേശം വെന്ത് വരുന്നുണ്ട്.
അതുകൊണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ചട്ടിയുടെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് തീ കുറച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. കുറച്ച് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാം. നമ്മുടെ പച്ചക്കുരുമുളക് കൂടെ പൊടിച്ച് ചേർക്കണം. അതിൻ്റെ കൂടെ ചതച്ച് അത് മുഴുവൻ വേണം. എത്ര? ഒരു 3 എണ്ണം ഇടാം. 3 എണ്ണം. പച്ചക്കുരുമുളക് എല്ലാവർക്കും എപ്പോഴും കിട്ടുമല്ലോ. ഇല്ല, ഇപ്പം മുളകിന്റെ സീസൺ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കുരുമുളക് പൊടി ഉണ്ടല്ലോ, ഇതിന്റെ സീസണിലായപ്പോൾ നമ്മൾ ഇതിനെ ചേർക്കുന്നതിന് പ്രത്യേക ഒരു സ്വാദിനുള്ള ഇതാണ്. നമ്മളിത് നല്ലോണം ഒന്ന് ചതച്ച് കൊടുക്കുക. ലേശം വെള്ളം പറ്റി വരുന്നുണ്ട്. നമ്മൾ ഈ പച്ചക്കുരുമുളക് ചതച്ചത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ മൂടി വെക്കാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ഇതിനെ വറവിടാനുള്ള ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാം. നമ്മൾ വറവിടുന്നതിലാണ് കൂടുതൽ ടേസ്റ്റ് വരിക. ഇതിനാണ് ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള കരിയേപ്പില, കുരുമുളക് പൊടിയൊക്കെ വറവിടുമ്പോൾ ഇടുന്നത്. എന്നാ കറി വെച്ചാലും നമ്മളിത് വറവിടണം. മീൻകറി ആണെങ്കിലും ഇതുവായി കടുകും വറവിട്ടാലാണ് അതിൻ്റെ ലാസ്റ്റത്തെ ടേസ്റ്റ് വരും. എന്തായാലും നമ്മളിത് വേവ് ഏകദേശം റെഡിയായി, വെള്ളമൊക്കെ പറ്റി അതിൻ്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? അതുകൊണ്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ലോണം പിടിച്ചു. നമ്മളിത് ഏകദേശം വേവായിട്ടുണ്ട്. നമ്മളിത് ഇറക്കി വെച്ചിട്ട് വറവിടാനുള്ള ഉരുളി അടുപ്പത്ത് വെക്കാം. നമ്മൾ ഇതിന് വറവിടാനുള്ള ഉരുളി അടുപ്പത്ത് വെച്ചു. നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 2-3 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് എണ്ണയ്ക്കകത്ത് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. നമ്മളിനി ചെറിയ ഉള്ളി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇതൊന്ന് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ, ഒരു 1 സ്പൂണ് വറ്റൽമുളക്, ഒരു 1.5 സ്പൂൺ കുരുമുളക്. നമ്മളിതിൽ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. നല്ല മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ബോട്ടി റോസ്റ്റിലേക്ക് നമ്മൾ ഈ വറവിടുകയാണ്. നല്ലോണം ഇളക്കി. അപ്പോൾ നമ്മുടെ ബോട്ടി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആകെ ഒരു ചെറിയൊരു സാധനം കൂടെ ചേർക്കാനുള്ളൂ. ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം.
അപ്പം നമ്മുടെ പച്ചക്കായ് ബോട്ടി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നില്ലേ? നല്ല മണം വരുന്നുണ്ട്. സ്പൈസിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ടോ? വെളുത്തുള്ളി, കുരുമുളക്, പച്ചക്കുരുമുളക്, ഇഞ്ചി, വറ്റൽമുളക്, അതിൻ്റെ ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ? അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് വെള്ളയപ്പമാണ്. വെള്ളയപ്പത്തിനോ പാലപ്പോ അല്ലെങ്കിൽ നൂൽപുട്ട്, പിന്നെ കള്ളപ്പം, കപ്പ എല്ലാത്തിനും നല്ലതാണ്. പ്രത്യേക ചാറൊന്നും വേണമെന്നില്ല. എന്നാലും നമ്മൾ വെള്ളയപ്പം എടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ? നമ്മുടെ പച്ചക്കായ് ബോട്ടി റോസ്റ്റ്. ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളകും പച്ചക്കായും ഇട്ട് ബോട്ടി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവവുമായി കാണുമ്പോഴേക്കും ബൈ.